Dear students, welcome to the online class. In this class, we will discuss about the anatomy and histology of human pancreas. Pancreas is a glandular organ. That means it has secretory activity. It is located in the upper portion of the abdomen. You know that this is the abdomen. This is the abdomen, and this region is the upper portion of the abdomen. So it is located in the upper portion more towards the left side near the spleen. So in this image you can notice the presence of spleen here. So this is a spleen, and actually it is lying just behind the stomach. So in this image this is the stomach, and actually our pancreas lies just behind. That means posterior to the stomach, and it has a close association with the duodenum. You know that this is the duodenum. This is the duodenum. So pancreas has a close association with the duodenum, and pancreas is a retroperitoneal structure. It is a retroperitoneal structure. What is meant by the term retroperitoneal? That means that structure lies outside the coelom. Okay, you know that almost all visceral organs are lying inside the coelom, but certain organs are lying outside the coelom. Such organs are known as retroperitoneal organs. Example, kidney. Likewise, pancreas is also a retroperitoneal. But an important point is that its tail portion. In this image, you can see this portion as a tail. Actually, this tail portion, it comes to the, it projects to the peritoneal portion. That means coelomic portion. So this region, tail, is not a retroperitoneal structure, but rest of the portions are retroperitoneal. In man, pancreas is about 12 to 15 centimeter long, and it is a lobulated structure. So in this figure itself, you can see lobe-like arrangements. Then its body is divided into head. So this is the head portion, and a neck. Actually, that portion is not labeled in this image. Head, neck, then body, then a final, a terminal tail region. ഇവിടെ പറഞ്ഞതനുസരിച്ച് പാൻക്രിയാസ്, ഇതാണ് പാൻക്രിയാസ്. അതൊരു ഗ്ലാൻഡാന്ന് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. ഗ്ലാൻഡ് സെക്രട്ടറി ആക്ടിവിറ്റി ഉള്ള ഗ്ലാൻഡാന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ പൊസിഷൻ മനസ്സിലായല്ലോ. ദിസ് മച്ച് ഏരിയ ഈസ് ദ അബ്ഡമൻ. ഇത് മുഴുവൻ അബ്ഡമൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെ നോക്കിയാൽ പാൻക്രിയാസ് ഈസ് ലൊക്കേറ്റഡ് അപ്പർ പാർട്ട് ഓഫ് ദ അബ്ഡമൻ. സോ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദി അപ്പർ പാർട്ട് ഓഫ് ദ അബ്ഡമൻ നിയർ ദ സ്പ്ലീൻ. സോ ഇതാണ് സ്പ്ലീൻ. യു ക്യാൻ സി സ്പ്ലീൻ ഹിയർ. ഓക്കെ, സ്പ്ലീനോട് ചേർന്നാണ് ഇരിക്കുന്നത്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് ദാറ്റ് ഇത് സ്റ്റൊമക്ക് ആണെങ്കിൽ പോലും ഇറ്റ് ഈസ് ലൈയിങ് ജസ്റ്റ് ബിഹൈൻഡ് ദ സ്റ്റൊമക്ക്, നേരെ പുറകിലാണ്. അതായത് നമ്മളുടെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിലാണ് നമുക്ക് പാൻക്രിയാസിനെ കൃത്യമായിട്ടും കാണാൻ പറ്റുന്നത്. അപ്പം വെർട്ടിബ്രൽ കോളത്തിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ പാൻക്രിയാസ് അതിന് മുമ്പിലായിട്ടാണ് സ്റ്റൊമക്ക് ഇരിക്കുന്നത്. നമ്മുടെ ബോഡിയുടെ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ സ്റ്റൊമക്കിൻ്റെ പുറകിലായിട്ടാണ് പാൻക്രിയാസ് ഇരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ റിട്രോപെരിറ്റോണിയൽ ഓർഗൻ. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും റിട്രോപെരിറ്റോണിയലാണ്. വെർട്ടിബ്രൽ കോളത്തിനോട് ചേർന്നിരിക്കുമ്പോൾ മിക്കവാറും സീലോമിക് കവറിൻ്റെ അകത്തായിരിക്കത്തില്ല. കിഡ്നി ഒരു റിട്രോപെരിറ്റോണിയലാണ്. അതായത് നമ്മുടെ സീലോമിക് കവറിനകത്ത് അല്ല, നമ്മുടെ സീലോമിനകത്തല്ല കാണുന്നത്. പെരിറ്റോണിയത്തിൻ്റെ കവറിങ് ഉണ്ടാവത്തില്ല. എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പാൻക്രിയാസിൻ്റെ ടെയിൽ പോർഷൻ വരുമ്പോഴത്തേക്കും ഇത് അകത്തോട്ട് കയറി വരുന്നുണ്ട്. പെരിറ്റോണിയത്തിനകത്തോട്ട്, അതായത് സീലോമിക് കവറിനകത്തോട്ട് വരുന്നതുണ്ട്. അതുകൊണ്ട് ടെയിൽ ഭാഗം റിട്രോപെരിറ്റോണിയൽ അല്ല, പെരിറ്റോണിയലാണെന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ ഈ നെക്കിൻ്റെ ഭാഗത്തും പെരിറ്റോണിയൽ കവറിങ് ഉണ്ട്. നെക്കിൻ്റെ ഭാഗത്തും പെരിറ്റോണിയൽ കവറിങ് ഉണ്ട്. ടെയിൽ ഭാഗവും പെരിറ്റോണിയത്തിനകത്തോട്ടാണ് കയറി വന്നേക്കുന്നത്. എനിവേ, ബാക്കി റെസ്റ്റ് ഓഫ് ദ പോർഷൻസ് നോക്കുമ്പം പെരിറ്റോണിയത്തിൻ്റെ പുറത്തായതുകൊണ്ട് നമ്മൾ ജനറലായിട്ട് പറയുവാണ് പാൻക്രിയാസ് ഈസ് എ റിട്രോപെരിറ്റോണിയൽ സ്ട്രക്ചർ. Then about the length, it has a length of 12 to 15 centimeter. ഒരു 12 മുതൽ 15 വരെയാണ് നീളമുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ലോബുലേറ്റഡ്. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം, ചെറിയ ലോബ് അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ ഈ ഫിഗറിൽ അങ്ങനെ തന്നെ, ഈ ഇമേജിൽ അങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ട്. ഒരു ലോബ് പോലെ കാണിച്ചിട്ടുണ്ട്. Okay, so its body is divided into head. There is a neck. That neck is not represented here, but there is a short neck followed by body and a tail. ഇപ്പോൾ ഇത്രയാണ് നമുക്ക് ജനറലായിട്ടും പറയാനുള്ളത്. Let us discuss about the head. The head of the pancreas is located in the inner C-shaped curvature of the duodenum. So this is the duodenal curvature. It is just like a C.
On the lower left lateral border of the head, there is a small projection called uncinate process. So this is the uncinate process. So just on the lower side of the head, this is the head region, and on the lower side of the head there is a small projection called uncinate process. Actually the Latin word uncinate meaning hooked. It is just like a hook. That is why it is named as uncinate. Why the name uncinate? Because there is a bend at the tip like a hook. So you can see a bend like portion here at the tip of the head. That is why it is named as uncinate. ഈ സാധനമാണ്, ഈ കാണുന്ന സ്ട്രക്ചറാണ് ഡിയോഡനം. ഡിയോഡനത്തിൻ്റെ ബെൻറ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഡിയോഡനം എവിടെ നിന്നാണ് വന്നേക്കുന്നത്? ഇറ്റ് കംസ് ഫ്രം പൈലോറിക് റീജിയൻ ഓഫ് ദ സ്റ്റൊമക്ക്. ഓക്കെ, അപ്പം ഈ ഡിയോഡനം ഒരു സി ഷേപ്പ്ഡ് ബെൻറ്റ് പോലെ കാണുന്നു. ആ ബെൻറ്റിനകത്താണ് പാൻക്രിയാസിനെ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അത് പ്രത്യേകിച്ചും ഹെഡ് റീജിയൻ മൊത്തമാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം സി ഷേപ്പ്ഡ് ഡിയോഡനത്തിൻ്റെ ബെൻറ്റിനകത്ത് ഹെഡ് റീജിയൻ ഇരിക്കുന്നു. ഓൺ ദ ലോവർ പോർഷൻ ഓഫ് ദ ഹെഡിൻ്റെ താഴെ ഭാഗം നോക്കുകയാണെങ്കിൽ യു ക്യാൻ സി എ ഹുക്ക് ലൈക്ക് സ്ട്രക്ചർ. അല്ലെ, ഹുക്ക്ഡ് പോർഷനെ കാണാൻ പറ്റും. അല്ലെ, ഒരു ഹുക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഈ ഹുക്ക് ലൈക്ക് ആയതുകൊണ്ടാണ് ഇതിനെ അൺസിനേറ്റ് എന്ന് വിളിക്കുന്നത്. അൺസിനേറ്റ് എന്ന ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം തന്നെ ഒരു ഹുക്ക് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഹുക്ക് പോലെയുള്ളത് കൊണ്ട് ഹെഡിൻ്റെ ലോവർ പോർഷനെ അൺസിനേറ്റ് പ്രോസസ് എന്നാണ് വിളിക്കുന്നത്. This head region surrounds two blood vessels. One is the superior mesenteric artery and another one is the superior mesenteric vein. So this is the superior mesenteric artery. This red color vessel is the superior mesenteric artery, and this blue color vessel is the superior mesenteric vein. So head രണ്ട് ബ്ലഡ് വെസൽസിനെ ചുറ്റുന്നുണ്ട്. ഹെഡിൻ്റെ പോർഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് ബ്ലഡ് വെസൽസിൻ്റെ പ്രസൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് ഇതാണ് സുപ്പീരിയർ മീസെൻട്രിക് ആർട്ടറി, റെഡ് നിറത്തിൽ കാണിച്ചേക്കുന്ന ആർട്ടറിയും ഈ ബ്ലൂ കളർ കാണിച്ചേക്കുന്ന വെയിനുമാണ്. സോ വൺ ഈസ് സുപ്പീരിയർ മീസെൻട്രിക് ആർട്ടറി ആൻഡ് അനദർ വൺ ഈസ് സുപ്പീരിയർ മീസെൻട്രിക് വെയിൻ. സോ അവർ പോയിന്റ് ഈസ് ദാറ്റ് ഹെഡ് സറൗണ്ട്സ് ടു ബ്ലഡ് വെസൽസ്, ടു മേജർ ബ്ലഡ് വെസൽസ്. വൺ ഈസ് സുപ്പീരിയർ മീസെൻട്രിക് ആർട്ടറി ആൻഡ് അനദർ വൺ ഈസ് സുപ്പീരിയർ മീസെൻട്രിക് വെയിൻ. Then the second part is the neck. Neck is the part of the pancreas that separates the head from the body. So this is the head region including the uncinate process, and then the longest portion is the body. So these two portions are separated by a short neck, and actually it has a width of about 2 centimeter, and it is also located in the curvature of the duodenum. Actually this curvature extends to this portion also. Okay, so neck is also lying near to the upper curvature portion of the duodenum, and it is also covered with the peritoneum. Okay, and the rest of the portions are not covered by peritoneum, but the neck portion is covered by peritoneum. അതായത് ഇവിടെ നെക്ക് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഒരു 2 സെൻറ്റിമീറ്റർ ഉള്ളൂ. മൊത്തം 12 മുതൽ 15 സെൻറ്റിമീറ്റർ നീളം വരുന്ന പാൻക്രിയാസിൽ ഒരു 2 സെൻറ്റിമീറ്ററേ നെക്കുള്ളൂ. അതിപ്പം ഈ നെക്ക് എന്ന് പറയുന്ന പോർഷൻ ബോഡീനെയും ഹെഡിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നു. പിന്നെ ഈ ഡിയോഡനത്തിൻ്റെ ഈ ഭാഗം ഇനി ഇങ്ങോട്ടും കൂടെ വളഞ്ഞുണ്ടെന്ന് വിചാരിക്കണം. കാരണം ഡിയോഡനം വരുന്ന എവിടെ നിന്നാണ്? പൈലോറസിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഡിയോഡനം വരുന്നത്. അങ്ങനെ നോക്കുമ്പം ഈ കർവേച്ചറിനകത്താണ്, ഈ കർവേച്ചറുമായിട്ട് നേരിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെയാണ്, അതേ ചുറ്റപ്പെട്ട് തന്നെയാണ് നെക്ക് കാണപ്പെടുന്നത്. ഓക്കെ, then the third part of the pancreas is body. So in this image you can see that the body portion of the pancreas crosses the midline of the body, and it stretches across and lies behind the stomach. It stretches across and lies behind the stomach. സ്റ്റൊമക്കിൻ്റെ അത്രയും വീതിപ്പാട് ഇത് കടന്നു പോകുന്നുണ്ട്. ഇതിലൂടെ സ്റ്റൊമക്കിന് മുൻപിൽ കൂടെയല്ല, ഈ ഇമേജിനകത്ത് നമുക്ക് മുൻപിലായിട്ട് തോന്നും, മുൻപിൽ കൂടെയല്ല, സ്റ്റൊമക്കിൻ്റെ പുറകിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. And the fourth part of the pancreas is the tail. So this is the tail. It is the tapered portion of the pancreas with a length of 1.3 to 3.5 centimeter. Okay, ഇവിടെ നിന്നൊരു 3.5 സെൻറ്റിമീറ്റർ വരെ നീളമേ ഉണ്ടാവത്തുള്ളൂ. ആൻഡ് ഇറ്റ് എൻഡ്സ് നിയർ ടു ദ സ്പ്ലീൻ. ഇതാണ് സ്പ്ലീൻ എന്ന് വിചാരിക്കുക. സ്പ്ലീനിനോട് ചേർന്ന് തന്നെ ബിറ്റ്വീൻ ദ ലിഗമെൻറ്റ്സ് ഓഫ് ദ സ്പ്ലീൻ ആൻഡ് ദ ലെഫ്റ്റ് കിഡ്നി. സ്പ്ലീനിൻ്റെ ലിഗമെൻറ്റ്സിനും ലെഫ്റ്റ് കിഡ്നിക്കും കൂടെ ഇടയിലായിട്ടാണ് ഈ ടെയിൽ പോർഷൻ കാണപ്പെടുന്നത്. സോ ഇറ്റ് ഈസ് ദ ഓൺലി ഇൻട്രാ പെരിറ്റോണിയൽ പോർഷൻ ഓഫ് ദ പാൻക്രിയാസ്. അപ്പോൾ ഇത് വന്നപ്പോഴത്തേക്കും
ഇപ്പോൾ സ്പ്ലീൻ നിൽക്കുന്നത് നമ്മുടെ പെരിറ്റോണിയത്തിൻ്റെ അകത്താണ്, പെരിറ്റോണിയൽ ക്യാവിറ്റിക്ക് അകത്താണ്. അപ്പോൾ ഇൻട്രാ പെരിറ്റോണിയലായിട്ടുള്ള ഓർഗനാണ് സ്പ്ലീൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും ടെയിലിൻ്റെ പോർഷൻ ഇൻട്രാ പെരിറ്റോണിയലാണ്. നെക്സ്റ്റ് അബൌട്ട് ദി ducts of pancreas. In pancreas we can see two ducts. One is the main pancreatic duct. This one is the main pancreatic duct which passes through the body of the pancreas. Okay, and that main pancreatic duct opens to the bile duct. So this is the bile duct. Okay, this green colored duct is a bile duct. So bile duct joins with the common bile duct joins with the main pancreatic duct and form a common hepatopancreatic duct. So this is the hepatopancreatic duct. This hepatopancreatic duct is also known as ampulla of water. VATER, not WATER, water alla, VATER, ampulla of water. This ampulla of water is nothing but the junction where bile duct joins with the pancreatic duct. അപ്പോൾ ആ ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ആംപ്യൂൾ ഓഫ് വാട്ടർ. അതിന് നമ്മൾ ഹെപ്പാറ്റോപാൻക്രിയാറ്റിക് ഡക്റ്റ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ആൻഡ് ദിസ് ആംപ്യൂൾ ഓഫ് വാട്ടർ ഓപ്പൺസ് ടു ദ ഡിയോഡിനം ആൻഡ് അറ്റ് ദാറ്റ് റീജിയൻ ദർ ഇസ് എ സ്ഫിങ്ചർ, ഒരു മസിലുണ്ട്. ദാറ്റ് സ്ഫിങ്ചർ ഇസ് നോൺ ആസ് സ്ഫിങ്ചർ ഓഫ് OD. ദ സ്മോളർ ആക്സസറി ഡക്റ്റ് ഡയറക്ട്ലി ഓപ്പൺസ് ടു ദി ഡിയോഡിനം. അതായത് പാൻക്രിയാസിന് 2 ഡക്ട്സുകളാണുള്ളത്. ഒരെണ്ണം മെയിൻ പാൻക്രിയാറ്റിക് ഡക്റ്റ്, അത് പാൻക്രിയാസിൻ്റെ എൻറ്റയർ ലെങ്തിൽ കൂടെയും കടന്നു വരുന്നു, ബോഡിയിൽ കൂടെ എല്ലാം കടന്നു വരുന്നു. അതിനുശേഷം അത് നേരെ ബൈലിൻ്റെ ഡക്റ്റുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു കോമൺ ഡക്റ്റ് ആകുന്നു. ഈ കോമൺ ഡക്റ്റിനാണ് നമ്മൾ ഹെപ്പാറ്റോപാൻക്രിയാറ്റിക് ഡക്റ്റ് എന്നോ അല്ലെങ്കിൽ ആംപ്യൂൾ ഓഫ് വാട്ടർ എന്നോ പറയുന്നത്. ആ ഭാഗം, ആ കോമൺ ഡക്റ്റ് നേരെ ഡിയോണത്തിൽ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുന്നിടത്ത് ഒരു മസിലുണ്ട്, സ്ഫിങ്ചറുണ്ട്. അതിനാണ് സ്ഫിങ്ചർ ഓഫ് OD എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മെയിൻ ഡക്റ്റിനോട് ജോയിൻ ചെയ്ത് തന്നെ ഒരു ആക്സസറി ഡക്റ്റ് കൂടി ഉണ്ട്, ചെറിയ ആക്സസറി ഡക്റ്റ് ഉണ്ട്. പക്ഷേ ആക്സസറി ഡക്റ്റ് നേരിട്ട് ഡിയോണത്തിലോട്ട് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. Next about the histology of the pancreas. You know that pancreas is a mixed gland or heterocrine gland. That means it has both exocrine and endocrine portions. Endocrine part secretes hormones, whereas exocrine part secretes enzymes for digestion. In this image, this sac-like portion represents the exocrine region. At the same time, pancreas also has endocrine cells. These are the endocrine cells known as islets of Langerhans. They are also scattered in the pancreas. Let us discuss about the endocrine role of pancreas. The endocrine tissues are called as pancreatic islets. So this cluster can be കളക്റ്റീവ്ലി നോൺ ആസ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഇതിനെ മൊത്തത്തിൽ നമുക്ക് ഐലറ്റ്സ് എന്ന് വിളിക്കാം. ഈ പുറമേ കാണുന്നത് എൻസൈം സെക്രീറ്റ് എന്ന ഭാഗമാണ്. അതേസമയം ഈ അകത്ത് കാണുന്ന ഈ സെൽസുകൾ മൊത്തം, ഈ ക്ലസ്റ്ററിനെ മൊത്തം നമുക്ക് ഐലറ്റ്സ് എന്ന് വിളിക്കാം. ആൻഡ് ഇറ്റ് കംപ്രൈസസ് ഓൺലി 1-2% ഓഫ് ദ ടോട്ടൽ പാൻക്രിയാറ്റിക് സെൽസ്. മൊത്തം പാൻക്രിയാസിൽ ഒരു 1-2%, ചില പുസ്തകങ്ങളെല്ലാം 5% വരെയാണ് പറയുന്നത്. അപ്പോൾ 5% താഴെ 1-2% അല്ലെങ്കിൽ മാക്സിമം അപ് ടു മാക്സിമം ഓഫ് 5%. അതിൽ കൂടുതൽ ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസുകളില്ല. ബാക്കത്തെ 95-98% ഈ കാണുന്ന എക്സോക്രൈൻ പോർഷൻസാണ്, അതായത് എൻസൈം സെക്രീറ്റ് ചെയ്യുന്ന ഭാഗമാണ്. ആൻഡ് ദിസ് ഐലറ്റ്സ് കണ്ടെയ്ൻസ് 5 ടൈപ്സ് ഓഫ് സെൽസ്. 5 തരം സെൽസുകളാണുള്ളത്. വൺ ഈസ്, നമുക്കതിൻ്റെ പെർസെൻറ്റേജ് നോക്കിയാൽ ബേസ്ഡ് ഓൺ ദെയർ പ്രൊപ്പോർഷൻ ഏറ്റവും കൂടുതലുള്ളത് ബീറ്റ സെൽസ്. ഈ കാണുന്ന, ഇവിടെ ഫിഗറത്തിന് കാണാൻ പറ്റും, ഈ നിറത്തിൽ കാണുന്ന ഇതെല്ലാം ബീറ്റ സെൽസുകളാണ്. ഓക്കെ, ഒരു കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഒരു 60-70% വരെ ബീറ്റ സെൽസ് വരുന്നുണ്ട്. ദെൻ സെക്കൻഡായിട്ട് വരുന്നത് ആൽഫ സെൽസ് ആണ്. ആൽഫ സെൽസ് ഈ കാണുന്ന ഒരു ഡീപ്പ് ബ്ലൂയിഷ് കളറിൽ കാണുന്ന ആൽഫ സെൽസ്, ഇതെല്ലാം ആൽഫ സെൽസുകളാണ്. സെക്കൻഡ് ഒരു 25% വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഡെൽറ്റ സെൽസ്, ഈ എലോങ്ങേറ്റഡ് സെൽസുകൾ. ഈ എലോങ്ങേറ്റഡ് ആയിട്ട് കിടക്കുന്നതെല്ലാം ഡെൽറ്റ സെൽസ്. ദെൻ PP സെൽസ്, പാൻക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ് സെൽസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഓൾസോ നോൺ ആസ് F സെൽസ് കൊണ്ട് പറയാറുണ്ട്. PP സെൽസ് ഓർ F സെൽസ്. അതുകൂടാതെ 5ാമത്തെ ഒരു ടൈപ്പ് സെല്ലും കൂടി ഉണ്ട്, അതാണ് എപ്സിലോൺ സെൽസ് അല്ലെങ്കിൽ ഈറ്റ സെൽസ് എന്ന് പറയും. എപ്സിലോൺ സെൽസ് ഓർ ഈറ്റ സെൽസ്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നിനെ കുറിച്ച് നോക്കണം.
Beta cells or B cells, they are the most abundant endocrine cells, comprising 50 to 70% of the total eyelid cells and are found at the center of the eyelids. അപ്പോൾ നമ്മൾ ഇത് മൊത്തത്തിലാണ് നമ്മൾ ഐലറ്റ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഐലറ്റ്സിൻ്റെ നടുക്കായിട്ടാണ് ഈ കാണുന്ന എല്ലാം, ഈ സെൻറ്ററായിട്ട് കാണുന്ന എല്ലാം ബീറ്റാ സെൽസ് ആണ്. എണ്ണം നമുക്ക് ഈ ഫിഗർ, ഈ ഇമേജിൽ തന്നെ നമുക്ക് എണ്ണം കൂടുതലാണെന്ന് മനസ്സിലാക്കാം. സോ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് about 50 to 70% of the total eyelids of Langerhans. These beta cells secrete very important hormone named insulin. You know that insulin secretion occurs when the level of blood glucose is high. Then what is the main function of insulin? The main function of insulin is to decrease the blood glucose level. How does it perform this function? First one, it promotes cells to uptake glucose uptake, especially by skeletal muscle cells, also by adipose tissue, liver, etc. Okay, then it promotes glycogen synthesis in muscles as well as in liver. Glycogen synthesis in liver, glycogen synthesis in muscle cell. So what is a glycogen? Glycogen is a polymer of glucose. അപ്പോൾ ഗ്ലൈക്കോജൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയും. Likewise, insulin stimulates liver to synthesize glycogen from glucose. It also stimulates lipogenesis, that means formation of lipids from glucose precursors, and also it decreases gluconeogenesis. Gluconeogenesis means synthesis of glucose from non-carbohydrate sources like proteins, fats, etc. It also stimulates adipose tissues to take more glucose from blood, then convert that glucose to lipids, and at the same time it decreases lipolysis by the adipose tissue. അപ്പോൾ ഈ പറഞ്ഞ അനുസരിച്ച് ഇൻസുലിൻ ബ്ലഡിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്നു. അതിന് വേണ്ടിയിട്ട് 3-4 ടാർഗറ്റിനെ അവർ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ടാർഗറ്റാണ് മസിൽ സെൽസ്, സ്ട്രൈറ്റർ മസിൽ സെൽസ്. അപ്പോൾ മസിലിനകത്തോട്ട് ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കുന്ന പ്രോസസ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ആ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജൻ ആക്കുന്ന പ്രോസസ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ വേണമെങ്കിൽ ഗ്ലൂക്കോസിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രോട്ടീൻ ആക്കുന്ന പ്രോസസ്സും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ലിവറിൽ ഇൻസുലിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കാൻ സഹായിക്കുന്നു. ദെൻ ഗ്ലൂക്കോസ് പോലത്തെ പ്രീകഴ്സേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ലിപ്പിഡ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ ഗ്ലൂക്കോനിയോജനസിസ് എന്ന പ്രോസസ്സിനെ തടയാൻ സഹായിക്കുന്നു. ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീനിനെയും ഫാറ്റിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന പരിപാടിക്കാണ് ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇൻഹിബിറ്റ്സ് ഗ്ലൂക്കോനിയോജനസിസ് ഇൻ ദ ലിവർ. അതുപോലെ അഡിപ്പോസ് ടിഷ്യൂവിലും ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കുവാനും ആ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ഫാറ്റ് ആക്കാനും, അതുപോലെ അവിടെ അഡിപ്പോസ് ടിഷ്യൂ ഇരിക്കുന്ന ഫാറ്റിനെ അൺവാണ്ടഡ് ആയിട്ട് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ. അങ്ങനെ ബ്രേക്ക് ചെയ്താൽ ചിലപ്പോൾ അത് ഗ്ലൂക്കോസായിട്ട് ഇൻ്റർമീഡിയറ്റ് മെറ്റാബോളിസം വഴി ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ പരിപാടിയെല്ലാം തടയാൻ വേണ്ടിയിട്ടൊക്കെ ഇൻസുലിൻ ശ്രമിക്കുന്നു. സോ ദീസ് ആർ ദ റോൾസ് ഓഫ് ഇൻസുലിൻ. So ultimate effect is to decrease the blood glucose level. The second most abundant cells of the islets is alpha cells. They comprise 15 to 20% of the total islet cells and are mainly located at the periphery of the islets. Isletsന്റെ പെരിഫറൽ ഭാഗത്താണ് ഈ കാണുന്ന ബ്ലൂയിഷ് കളറുള്ളതാണ് ആൽഫ സെൽസ്. 15 മുതൽ 20% വരെ ഒക്കെ ഉള്ളൂ. The main function of alpha cell is to secrete glucagon when the level of blood glucose decreases. Then what is the function of glucagon? Glucagon helps to increase the blood glucose level by promoting gluconeogenesis and glycogenolysis in the liver. ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ ഇവിടെ നോക്കുക, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ആ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞു ഡൗൺ ആരോയെ കാണിച്ചിരിക്കുന്നത്, അതായത് കുറഞ്ഞു എന്ന മീനിങ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വെൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഡിക്രീസസ്, പാൻക്രിയാസ് എസ്പെഷ്യലി ദ ആൽഫ സെൽസ് ഓഫ് ദ പാൻക്രിയാസ് റിലീസ് ഗ്ലൂക്കോഗോൺ. So this glucagon stimulates the liver to produce more glucose from glycogen. ഗ്ലൈക്കോജനെ ബ്രേക്ക് ചെയ്ത് ഗ്ലൂക്കോസ് റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോജിനോലൈസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഗ്ലൂക്കോഗോൺ ഓൾസോ സ്റ്റിമുലേറ്റ്സ് ദ ലിവർ ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ് ഫ്രം അതർ സോഴ്സസ് ലൈക്ക് പ്രോട്ടീൻസ്, ഫാറ്റ്സ് എക്സെട്ര.
അതർ സോഴ്സസിൽ നിന്നും ഗ്ലൂക്കോസിനെ ഉണ്ടാക്കുമ്പോഴാണ് ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോർമൽ ആവുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് പോലെ കാണിച്ചേക്കുന്നത് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? നമ്മളുടെ ഇൻസുലിൻ്റെയും ഗ്ലൂക്കോണിൻ്റെയും ഫംഗ്ഷനെ, ഇവർ രണ്ടും ഓപ്പോസിറ്റ് ഫംഗ്ഷൻസ് ഉള്ളവരാണ്. സോ ബിക്കോസ് ഓഫ് ദി ആൻറ്റഗോണിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോൺ, ദ ലെവൽ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് മോർ ഓർ ലെസ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എപ്പോഴും കാണപ്പെടുന്നത്. The third cell type of islets of Langerhans is the delta cells that comprise 3 to 10% of the total islet cells. And one of the main functions of delta cells is to produce a hormone called somatostatin. The main function of somatostatin is to decrease the secretion of insulin from beta cells and glucagon from alpha cells. അപ്പോൾ ഇവിടെ പറഞ്ഞതനുസരിച്ച് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ അവിടെയും ഇവിടെ എല്ലാമായിട്ട് മൊത്തത്തിൽ ത്രൂ ഔട്ട് ദ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ അവിടെ ഇവിടെയായിട്ട് കാണപ്പെടുന്ന ഒരു 3% മുതൽ 10% വരെ കാണപ്പെടാൻ സാധ്യതയുള്ള സെൽസുകളാണ് ഡെൽറ്റ സെൽസ്. ഇവരുണ്ടാക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് സൊമാറ്റോസ്റ്റാറ്റിൻ. ഈ സൊമാറ്റോസ്റ്റാറ്റിൻ ഇവിടെ മാത്രമല്ല ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റിൽ ഉണ്ടാകുന്നുണ്ട്, ഹൈപ്പോതലാമസിലെല്ലാം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഈ സൊമാറ്റോസ്റ്റാറ്റിൻ ഉണ്ടാകാനുള്ള ഉത്തരവാദികൾ, കാരണക്കാരെന്ന് പറയുന്നത് ആൽഫ സെൽസും ബീറ്റ സെൽസുമാണ്. ഈ രണ്ട് സെൽസുകളിൽ നിന്നും ഒരു പർട്ടിക്കുലർ പെപ്റ്റൈഡ് ഹോർമോൺ ഉണ്ടാവും. അതിൻ്റെ പേരാണ് യൂറോകോർട്ടിൻ 3. ഈ യൂറോകോർട്ടിൻ 3 ഉണ്ടായി ഈ സെൽസിലോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഡെൽറ്റ സെൽസ് അവിടെ നിന്ന് സൊമാറ്റോസ്റ്റാറ്റിൻ ഉണ്ടാക്കും. ആ സൊമാറ്റോസ്റ്റാറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ആൽഫ സെല്ലിനെയും ബീറ്റ സെല്ലിനെ ഇൻഹിബിറ്റ് ചെയ്യുക. അതായത് ഓവർ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഉണ്ടായാൽ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെൽറ്റ സെൽ വരുന്നത്. ഓവർ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോൺ വന്നാൽ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെൽറ്റ സെല്ല് വരുന്നത്. Then the fourth cell type is pancreatic polypeptide cells, also known as PP cells, also known as F cells. Actually, they are not represented in this diagram. Their number is less than 5% in the pancreatic islets. They produce a peptide hormone called pancreatic polypeptide. Its main function is to inhibit the secretion of pancreatic juices, which contains fluids, bicarbonates and digestive enzymes. So it is clear that the hormone from PP cells affect on the exocrine cells, acinar cells. Okay. ഈ സെല്ലുകളെയാണ്, ഈ അസനാർ സെൽസിനെയാണ് ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് കാണപ്പെടുന്ന PP സെൽസിൽ നിന്നുണ്ടാകുന്ന പാൻക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ് എന്ന ഹോർമോൺ ഇവിടെയാണ് ടാർഗറ്റായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നും അൺവാണ്ടഡ് ആയിട്ടുള്ള എൻസൈംസുകളോ അൺവാണ്ടഡ് ആയിട്ട് പാൻക്രിയാറ്റിക് ജ്യൂസോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണുകളാണ് പാൻക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ്. അതുകൂടാതെ അഞ്ചാമത് പറയപ്പെടുന്ന സെൽ ടൈപ്പാണ് എപ്സിലോൺ സെൽസ് അല്ലെങ്കിൽ ഈറ്റ സെൽസ്. ദേ ആർ ലെസ് ഇൻ ഹ്യൂമൻ പാൻക്രിയാസ്. ലെസ് ദാൻ 1% ഈസ് റിപ്പോർട്ടഡ്. ദേ പ്രൊഡ്യൂസ് എ ഹോർമോൺ കോൾഡ് ഗ്രേലിൻ, GHRELIN, ഗ്രേലിൻ, that induce hunger. So ghrelin is commonly known as hunger hormone. Ghrelin is mainly produced by enteroendocrine cells of the stomach. It increases the food intake by increasing gastric motility, gastric acid secretion, etc. അതായത് നമ്മുടെ പാൻക്രിയാസിൽ കാണപ്പെടാൻ സാധ്യതയുള്ള ഒരു അഞ്ചാമത്തെ സെൽ ടൈപ്പാണ് എപ്സിലോൺ സെൽ, ഈറ്റ സെൽസ് എന്ന് പറയും. അതും ഈ ഇമേജിൽ കാണിച്ചിട്ടില്ല. ഈ എപ്സിലോൺ സെല്ലിൻ്റെ എണ്ണം വളരെ കുറവാണ്, 1% താഴെയുള്ളൂ, ലെസ് ദാൻ 1%. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായ ഹോർമോൺ പ്രൊഡക്ഷൻ ഇവിടെ നിന്ന് ഉണ്ടാകുന്നില്ല. ഇവിടെ നിന്നുണ്ടാകുന്ന ഹോർമോൺ അത് വേറൊന്നുമല്ല, ഗ്രേലിൻ, GHRELIN എന്നൊരു ഹോർമോണാണ്. അപ്പോൾ ഇവിടുന്ന് അധികം ഉണ്ടാകുന്നില്ലെങ്കിൽ കൂടിയും സ്റ്റൊമക്കിനകത്തു നിന്നുള്ള എൻഡോക്രൈൻ സെൽസിൽ നിന്ന് ധാരാളം ഈ ഗ്രേലിൻ ഹോർമോൺ ഉണ്ടാകുന്നുണ്ട്. ആ ഗ്രേലിൻ്റെ പ്രസൻസ് മൂലം സ്റ്റൊമക്കിൻ്റെ മോട്ടിലിറ്റിയും സ്റ്റൊമക്കിനകത്തുള്ള ആസിഡ് സെക്രേഷൻ എല്ലാം കൂടും. അതുകൊണ്ടാണ് വിശപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ വിശപ്പ് ഉണ്ടാകാൻ കാരണം. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് നെയ്മഡ് ആസ് എ ഗ്രേലിൻ ഈസ് നെയ്മഡ് ആസ് എ ഹങ്കർ ഹോർമോൺ. നെക്സ്റ്റ് അബൌട്ട് ദി exocrine role of the pancreas. Exocrine role. The majority of the pancreatic tissue has a digestive role. We already discussed that islets of Langerhans comprise only 1 to 2% of the pancreatic tissues. ഓക്കെ, അതായത് ഒരു 2% വരെ, അല്ലെങ്കിൽ പരമാവധി 5% വരെയേ നമുക്ക് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിനെ പറയാൻ പറ്റും. ബാക്കിത്തെ 95 മുതൽ 98% വരെയും ഈ കാണുന്ന ഈ യെല്ലോവിഷ് കളറിൽ അല്ലെങ്കിൽ ഗോൾഡൻ കളറിൽ കാണപ്പെടുന്ന ടൈപ്പ് സെൽസുകളാണ്. അവരാണ് അസിനാർ സെൽസ്.
they secrete digestive enzymes. And these acini are arranged in lobes with thin fibrous walls. ഇവിടെ നോക്കുവാണെങ്കിൽ തന്നെ അറിയാം, ഈ സെല്ലുകളെല്ലാം കൂടി ഒരു സഞ്ചി പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതൊരു ലോബ് പോലെ തോന്നുവാണ്. ഇതിന് പുറമെ ഒരു ചെറിയ വോളും ഉണ്ടാവും. അപ്പോൾ ഇവിടെ മാറി വീണ്ടും അടുത്ത ലോബ്. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, പാൻക്രിയാസ് ഈസ് ലോബുലേറ്റഡ്. കാരണം ഇതുപോലത്തെ അസിനൈകൾ വന്ന് ലോബ് പോലെ അറേഞ്ച് ചെയ്തേക്കുവാണ്. The cells of the acinus secrete digestive enzymes in an inactive form called zymogens or proenzymes. എന്തുകൊണ്ടാണ് ഇനാക്റ്റീവ് ഫോമിൽ സെക്രേറ്റ് ചെയ്തേക്കുന്നത്? ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ എൻസൈംസ് ആർ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ്. ഇഫ് ദേ ആർ സെക്രേറ്റഡ് ഇൻ ആൻ ആക്റ്റീവ് ഫോം ദേ മേ ഡൈജസ്റ്റ് ദ സെൽസ് ഓഫ് ദ ആസിനസ്. അപ്പോൾ ആസിനസിൻ്റെ സെൽസുകളെ തന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനാക്റ്റീവ് ഫോമിലോട്ട് സെക്രേറ്റ് ചെയ്തേക്കുന്നത്. So the cells of acini secrete enzymes, and these enzymes drain through the intralobular duct, then through the main pancreatic duct, and finally empties into the duodenum. അപ്പോൾ ഇവിടുത്തെ സെൽസുകൾ ഈ ഇൻട്രാലോബുലർ ഡക്റ്റ് വഴി ഇവിടുത്തെ മെയിൻ പാൻക്രിയാറ്റിക് ഡക്റ്റ് വഴി ഈ ഡിയോണത്തോട്ട് എൻസൈംസുകളെ റിലീസ് ചെയ്യുന്നു. Pancreas secretes about 1.5 to 3 liters of fluid collectively called pancreatic juices every day. ഒരു ദിവസം 1.5 മുതൽ 3 ലിറ്റർ വരെ പാൻക്രിയാറ്റിക് ജ്യൂസസിനെ ഉണ്ടാക്കാൻ പറ്റും. Pancreatic juice contains enzymes such as trypsinogen, chymotrypsinogen, procarboxy polypeptidase, proelastase, procolipase, pancreatic lipase, nucleases, amylases, etc. Also, the pancreatic juice is rich in bicarbonate ions, which help to maintain an alkaline pH, essential for the optimum activity of digestive enzymes, and also for neutralizing the stomach acids that enter the duodenum from stomach. അതായത് ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് പാൻക്രിയാറ്റിക് ജ്യൂസസിനകത്ത് ഈ പറയുന്ന എൻസൈംസുള്ള ഇനാക്റ്റീവ് ഫോംസിലുണ്ട്. ട്രിപ്സിനോജൻ, ചൈമോട്രിപ്സിനോജൻ, പ്രോകാർബോക്സി പോളിപെപ്റ്റിഡേസ്, പ്രോഇലാസ്റ്റേസ്, പ്രോകോലിപ്പേസ്, അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ലിപ്പേസ്, പാൻക്രിയാറ്റിക് അമൈലേസ്, ന്യൂക്ലിയേസ്, ഇതുപോലത്തെ എൻസൈംസ് എല്ലാം ഉണ്ട്. ഇവരെല്ലാം ഇനാക്റ്റീവ് ഫോമിലാണെന്ന് മനസ്സിലായി. എന്തുകൊണ്ട് ആക്റ്റീവ് ആകുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനകത്ത് പല ആൾക്കാരും പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് ആണ്. അവർ പാൻക്രിയാസിൻ്റെ സ്വന്തം സെൽസുകളെ ഡിസ്ട്രോയ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനാക്റ്റീവ് ഫോമിലൊക്കെ സെക്രേറ്റ് ചെയ്യുന്നത്. മാത്രവുമല്ല പാൻക്രിയാസിൻ്റെ ഡക്സിന് പാൻക്രിയാസിൻ്റെ ജ്യൂസിനകത്തോട്ട് ബൈകാർബണേറ്റ്സുകളെയും മറ്റ് ഇലക്ട്രോലൈറ്റ്സിനെയൊക്കെ സെക്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ ബൈകാർബണേറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് പാൻക്രിയാറ്റിക് ജ്യൂസ് ആൽക്കലൈൻ നേച്ചറിലാണ് കാണപ്പെടുന്നത്. ഈ ആൽക്കലൈൻ നേച്ചർ വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സ്റ്റൊമക്കിൽ നിന്നും വരുന്ന കൈമ് ആസിഡിക്കാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ആസിഡിക് കൈമിനെ ന്യൂട്രലൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടേക്ക് ഈ ഇൻഡസ്റ്റൈനിലുണ്ടാകുന്ന ഡിയോണത്തിൽ നിന്നും ഉണ്ടാകുന്ന ഇൻഡസ്റ്റൈനിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന എൻസൈംസുകൾക്ക് ആൽക്കലൈൻ നേച്ചർ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂ. ആസിഡിക് നേച്ചർ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ആൽക്കലൈൻ നേച്ചർ കൊടുക്കുക എന്നുള്ളതും ഈ പാൻക്രിയാസിൻ്റെ ജ്യൂസിൻ്റെ ഒരു ലക്ഷ്യം തന്നെയാണ്. ഇനി ഈ ട്രിപ്സിനോജൻ്റെ ഫംഗ്ഷൻ എന്താണ്? ട്രിപ്സിനോജനും കൈമോട്രിപ്സിനോജനും ഏകദേശം ഒരേ റോളുള്ള ആൾക്കാരാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ട്രിപ്സിനോജൻ ആസ് വെൽ ആസ് കൈമോട്രിപ്സിനോജൻ ബോത്ത് ആർ പ്രോ എൻസൈംസ് ഓർ ഇനാക്റ്റീവ് എൻസൈംസ്. ഓക്കെ, ആക്ച്വലി ട്രിപ്സിനോജൻ ഈസ് ആക്ടിവേറ്റഡ് ബൈ an enzyme called enterokinase. Enteropeptidase, also known as enterokinase, released from the duodenum. അപ്പോൾ ഡിയോണത്തിൻ്റെ വോളിൽ നിന്നുണ്ടാകുന്ന ഒരു എൻസൈമാണ് enterokinase അല്ലെങ്കിൽ enteropeptidase. അതെന്ത് ചെയ്യും? ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ കൺവേർഷൻ ഓഫ് ഇനാക്റ്റീവ് ട്രിപ്സിനോജൻ ടു ആക്റ്റീവ് ട്രിപ്സിൻ. Once a single trypsin molecule, active trypsin molecule is formed, it can convert rest of the trypsinogen into active trypsin, as well as the same trypsin can convert chymotrypsinogen into chymotrypsin. Trypsin and chymotrypsin cleave the proteins, especially peptides, into oligopeptides and amino acids. അപ്പം ഇവരുടെ റോൾ എന്ന് പറയുന്നത് ഈ ആക്റ്റീവായിട്ടുള്ള ട്രിപ്സിനും ആക്റ്റീവായിട്ടുള്ള കൈമോട്രിപ്സിനും കൈമിനകത്തുള്ള പോളിപെപ്റ്റൈഡുകൾ. കൈമിനകത്ത് പോളിപെപ്റ്റൈഡ് ഉണ്ടാകാൻ കാരണം എങ്ങനെയാണ്? സ്റ്റൊമക്കിൽ വെച്ച് പ്രോട്ടീൻസിനെ പെപ്സിൻ കട്ട് ചെയ്ത് പോളിപെപ്റ്റൈഡാക്കി മാറ്റി. ആ പോളിപെപ്റ്റൈഡാണ് ഡിയോണത്തോട്ട് വന്നേക്കുന്നത്. ആ പോളിപെപ്റ്റൈഡ് നടുക്ക് വെച്ചിട്ട് ട്രിപ്സിൻ കട്ട് ചെയ്യും. ബിക്കോസ് ട്രിപ്സിൻ ഈസ് ആണ് എൻഡോപെപ്റ്റിഡേസ്. നടുക്ക് വെച്ച് കട്ട് ചെയ്യാൻ ശേഷിയുള്ള ഒരു എൻസൈമാണ് ട്രിപ്സിൻ. അതുകൊണ്ടാണ് നടുക്ക് വെച്ച് കട്ട് ചെയ്യുന്നത്. അതേസമയം മൂന്നാമത്തെ ആളായ ആക്റ്റീവ് പാർട്ടിയായ കാർബോക്സി പോളിപെപ്റ്റിഡേസ് ചെയ്യുന്നത് പെപ്റ്റൈഡിൻ്റെ അറ്റത്ത് വെച്ച് ടെർമിനൽ ഭാഗത്ത് വെച്ച് കാർബോക്സൈൽ പോർഷന് വെച്ചിട്ട് അമിനോ ആസിഡിനെ കട്ട് ചെയ്യും.
അതുകൊണ്ട് അമിനോ ആസിഡ് ഫ്രീ ആകും. അപ്പോൾ അമിനോ ആസിഡിനെ സിംഗിൾ അമിനോ ആസിഡിനെ ഫ്രീ ആക്കിക്കാനുള്ള ശേഷി കാർബോക്സി പോളിപെപ്റ്റൈഡേസിനുണ്ട്. അതേസമയം ട്രിപ്സിനും കൈമോട്രിപ്സിനും പോളിപെപ്റ്റൈഡിൻ്റെ നീളം കുറച്ച് ഒലിഗോപെപ്റ്റൈഡാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ ഉള്ള ഒരു എൻസൈമാണ് ഇലാസ്റ്റേസ്. ഇലാസ്റ്റേസിനെ ട്രിപ്സിൻ കൺവേർട്ട് ചെയ്ത് ഇലാസ്റ്റേസ് ആക്കി മാറ്റും. ഈ ഇലാസ്റ്റേസ് ചെയ്യുന്നത്, ഇലാസ്റ്റേസ് ബ്രേക്ക് ഡൗൺ ദ ഇലാസ്റ്റിൻ പ്രോട്ടീൻസ്. യു നോ ദാറ്റ് ഇലാസ്റ്റിൻ പ്രോട്ടീൻ ഈസ് വൺ ഓഫ് ദ മേജർ പ്രോട്ടീൻസ് ഓഫ് അവർ കണക്റ്റീവ് ടിഷ്യൂസ്. നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂവിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രോട്ടീനാണ് ഇലാസ്റ്റിൻ പ്രോട്ടീൻസ്. അത്തരം പ്രോട്ടീൻസിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലാസ്റ്റേസ് എൻസൈം സഹായിക്കുന്നു. Similarly, another enzyme is the pancreatic lipase. We already studied that pancreatic lipase, also known as trypsin, which can hydrolyze or break triglycerides into glycerol and fatty acids in presence of bile salts. പക്ഷേ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ലിപ്പേസിനെ ഈ എമൽസിഫൈഡ് ഫാറ്റിലോട്ട് ഉറപ്പിച്ച് നിർത്തുവാൻ another enzyme is needed. So in order to bind lipase to the emulsified fat, another enzyme is needed. That enzyme is nothing but the colipase. ഓക്കെ, അപ്പോൾ ഈ കോലിപ്പേസ് എന്ന് പറഞ്ഞൊരു എൻസൈം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ലിപ്പേസിന് എമൽസിഫൈഡ് ഫാറ്റയിലോട്ട് ബൈൻഡ് ചെയ്ത് ഫാറ്റ് ഡൈജഷൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ലിപ്പേസും കോലിപ്പേസും ഉണ്ടെങ്കിൽ ഫാറ്റ് ഡൈജഷൻ പൂർണ്ണമാകത്തുള്ളൂ. അതുപോലെ നെക്സ്റ്റ് എൻസൈമാണ് പാൻക്രിയാറ്റിക് അമൈലേസ്. അത് സലൈവറി അമൈലേസിൻ്റെ അതേ റോൾ തന്നെയാണ്. പാൻക്രിയാറ്റിക് അമൈലേസ് stimulate the conversion of starch to maltose, and last enzyme present in the pancreatic juice is nuclease, which helps to cleave the phosphodiester bonds between the nucleotides of nucleic acids and help to release oligonucleotides as well as mononucleotides. അപ്പോൾ ന്യൂക്ലിക് ആസിഡിൻ്റെ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യിപ്പിച്ച് ചെറിയ ന്യൂക്ലിയേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ന്യൂക്ലിയേറ്റഡ് ആയിട്ടോ റിലീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ന്യൂക്ലിയസ് എൻസൈമുകളും ഈ പാൻക്രിയാറ്റിക് ജ്യൂസിനകത്ത് ഉണ്ട്. ദെൻ ഫൈനൽ ടോപ്പിക് ഓഫ് ദിസ് സെക്ഷൻ ഈസ് ഹോർമോണൽ റെഗുലേഷൻ ഓഫ് പാൻക്രിയാറ്റിക് സെക്രീഷൻ. The secretion of pancreatic juice is stimulated by hormones such as secretin, cholecystokinin, which is also known as pancreocymin. And these two hormones are secreted from the duodenum. Then another hormone is VIP, vasoactive intestinal peptides, secreted by the pancreas and GI tract, gastrointestinal tract. So these hormones, secretin is released from duodenum, which helps to release more pancreatic juices from pancreas. Then cholecystokinin, അതിനെ നമ്മൾ പാൻക്രിയോസൈം എന്ന് വിളിക്കുന്നുണ്ട്, which helps to release pancreatic juice from pancreas. Likewise, VIP, vasoactive intestinal peptide, which also stimulates pancreas to release pancreatic juices. അപ്പം ഇത്തരം ഹോർമോണിൻ്റെ റെഗുലേഷൻ പാൻക്രിയാസിനും ഉണ്ട്. അപ്പം നമ്മൾ ഓർക്കേണ്ട പോയിന്റ് ഇതാണ്, പാൻക്രിയാസ് ആക്ച്വലി സെക്രീറ്റ്സ് മെനി ഹോർമോൺസ് ടു റെഗുലേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് അതർ ഓർഗൻസ്, ബട്ട് the same pancreas is being regulated by intestinal hormones. ഓക്കെ, ഇപ്പോൾ പാൻക്രിയാസ് മറ്റ് ഓർഗൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, ഹോർമോൺ സെക്രേറ്റ് ചെയ്ത്. അതുപോലെ തന്നെ പാൻക്രിയാസിനെയും ഹോർമോൺസുകൾ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ഇൻറ്റസ്റ്റൈൻ്റെ ഹോർമോൺസുകളാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെ വെച്ച് പാൻക്രിയാസിൻ്റെ അനാറ്റമിയും ഹിസ്റ്റോളജിയും അവസാനിപ്പിക്കാം. സോ അവർ ടോപ്പിക് ഈസ് ഓവർ. Thank you for watching this video.
റിമെയിൻസ് കോൺസ്റ്റൻറ്റ്.